പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ഈ ഒരു സീസണിൽ കോച്ച് മിഖായൽ സ്റ്റെഹ്റയുടെ കീഴിൽ വളരെ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നത്. കോച്ചിനെതിരെയും അതുപോലെ തന്നെ മാനേജ്മെന്റിനെതിരെയും ഒരുപാട് വിമർശനങ്ങളെല്ലാം ഉയർന്നിരുന്നു. ഇനി മിഖായൽ സ്റ്റെഹ്റയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വരുന്ന മത്സരങ്ങളിലെ റിസൾട്ട് അനുസരിച്ചിരിക്കും കോച്ചിന്റെ നിലനിൽപ്പ്. അടുത്ത മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് തീരെ പ്രതീക്ഷയൊന്നുമില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിലെല്ലാം ആ ഒരു വേസ്റ്റ് പെർഫോമൻസ് കാരണം കൊണ്ട് തന്നെ ആരാധകരുടെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കോച്ച് മിഖായൽ സ്റ്റെഹ്റ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനുള്ള ചാൻസ് കൂടുതലാണ്. വരുന്ന മത്സരങ്ങളിലും ഈ ഒരു മോശം രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് എങ്കിൽ കോച്ച് മിഖായൽ സ്റ്റെഹ്റയെ പുറത്താക്കിയേക്കും. മാത്രമല്ല ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം വരുത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇപ്പോൾ ചില വാർത്തകളെല്ലാം പുറത്തു വരുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് 2 താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. KLMന്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി വ്യക്തമാക്കുന്ന അനുസരിച്ച് നിഖിൽ പ്രഭുവിനെയും അതുപോലെ തന്നെ അഭിഷേക് സിംഗിനെയും ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ 2 പ്ലേയേഴ്സും അവൈലബിൾ ആയിരിക്കുമെന്നാണ് ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. ടീമിൽ നല്ല സൈനിങ്സും മാറ്റങ്ങളും എല്ലാം കൊണ്ടുവരേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇനി വരുന്ന മത്സരങ്ങളാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകം തന്നെയാണ്. കഴിഞ്ഞ തുടർ പരാജയങ്ങൾ കാരണം കൊണ്ട് തന്നെ 10ാം സ്ഥാനത്ത് നിന്ന് മുന്നിലേക്ക് വരാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 11 പോയിന്റുകളുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ പരാജയങ്ങളാണ് കൂടുതലുള്ളത്. മറ്റൊരു കാര്യം, ടീമിന് വേണ്ടി അല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് നവോച്ച സിംഗ്. മാനേജ്മെന്റിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന ഈ ഒരു സമയത്ത് നല്ലൊരു നീക്കം ഇപ്പോൾ മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഇപ്പോൾ നവോച്ച സിംഗിന്റെ കരാറ് പുതുക്കിയിട്ടുണ്ട്. 2028 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നവോച്ചയുടെ കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നത്. ക്ലബ്ബിൽ നിന്ന് ഒഫീഷ്യലായിട്ടത് പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ടീമിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്താനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നും നിഖിൽ പ്രഭുവിനെയും അതുപോലെ തന്നെ അഭിഷേക് സിംഗിനെയും ടീമിലേക്ക് എത്തിക്കാനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ താല്പര്യമുള്ളത്. മികച്ച ഇന്ത്യൻ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.